അപ്പോൾ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു ചില്ലി ചിക്കൻ ലിവറാണ്. വളരെ എളുപ്പം കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ വീടൊക്കെ വിട്ട് മാറി താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുക്കിംഗ് വലിയ എക്സ്പേർട്ട് അല്ല, എന്നാൽ സമയം നല്ല അങ്ങനത്തെ ഫുഡുകൾ കുക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചിക്കൻ ലിവർ നിങ്ങൾക്ക് വിലയും വളരെ കുറവുണ്ടാകും. 1 കിലോ ചിക്കൻ ലിവർ ഏകദേശം 100 രൂപയ്ക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ലിവർ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ ചിക്കനിലേക്ക് ആദ്യം വേണ്ടത് അത് സീസൺ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഉപ്പ് ഉപയോഗിക്കാം, കുറച്ച് ഉപ്പിടുക, അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടുക. അതുകൂടാതെ ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇതിനകത്തേക്ക് ഇടുക. കുരുമുളകും ഈ ചിക്കൻ ലിവറും അസാമാന്യ കോമ്പിനേഷനാണോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ ഈ ഒരു സ്പൂൺ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ്, എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല, എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. കുറച്ചൊരു വെള്ളം പോലെ തോന്നും, അത് ലിവറിൻ്റെ ഒരു ടെക്സ്ചറാണ്, കുഴപ്പമില്ല. അതുപോലെ ലിവർ കുറച്ച് വലുതായിരിക്കും, അപ്പോൾ നിങ്ങൾക്കത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയും ചെയ്യും. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണിന് ഇതേപോലെ തന്നെ മുളക് പൊടി. ഈ മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എന്ന് ഞാൻ പറയുള്ളൂ. മുളക് പൊടി ഇടണമെന്നും ഞാൻ പറയില്ല, കാരണം ഇതിനേക്കാൾ നല്ലത് ഇത് പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി ഇടുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നമുക്കിവിടെ ക്രഷ്ഡ് ചില്ലി ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടി ഇടുന്നു. അടുത്തത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടി ഇടുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം, പക്ഷെ ഇടുന്നതാണ് ഒരു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അനുഭവത്തിൽ അത് ഇടുന്നതാണ് ടേസ്റ്റിനുണ്ടാകുന്ന ഒരു സാധനം. എന്നിട്ട് വീണ്ടും ഇതേപോലെ നന്നായിട്ട് യോജിപ്പിക്കും. ഇപ്പൊ നമ്മൾ ഉപ്പിട്ടു, കുരുമുളക് പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ യോജിപ്പിച്ചത്. ഇനി ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ട തന്നെ മതി, കൂടുതൽ വേണമെന്നില്ല. കാരണം നിങ്ങൾ എടുക്കുന്ന ലിവറിനനുസരിച്ച് മുട്ട എടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ഒരു 3 ആൾക്കൊക്കെ ഇത് ധാരാളം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഒരു മുട്ട തന്നെ ധാരാളമാണ്. കണ്ട് ഇപ്പം തന്നെ അതൊരു ലിക്വിഡ് ഫോമിലേക്ക് വന്നു. അപ്പോൾ കൂടുതൽ മുട്ട എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല, ഒരു മുട്ട തന്നെ ധാരാളമാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു 2 സ്പൂൺ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലവർ എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ ഒരു 2 സ്പൂൺ ഇട്ടു. 2 സ്പൂൺ ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് 2 സ്പൂണാണ്. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ചേർത്ത്, വേണമെങ്കിൽ പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഈ സമയത്ത് ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, ഒന്ന് പുളി കൂടുമെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് പുളിക്ക്
എന്താ പറയുക, സിന്തറ്റിക് വിനെഗർ അല്ലെങ്കിൽ സുർക്ക എന്ന സാധനം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നാച്ചുറലി അതിൻ്റെ ഒരു പുളിപ്പുണ്ടാവും. അപ്പോൾ ആ പുളിപ്പുള്ളതുകൊണ്ട് ഈ പുളി കുറച്ച് കൂടിയാലോ എന്നുള്ള ഒരു സംശയമുള്ളതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. ഇപ്പോൾ ഇതുപോലെ ഇത്രയും സാധനങ്ങൾ ചേർക്കുക. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒന്ന് സവോള, ഒരു മീഡിയം സവോള ഇതുപോലെ ഏതളാക്കിയിട്ട് എടുക്കാം. അതായത് നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അത് ഏതളാക്കി മാറ്റിയാൽ മതി. ഒരു തക്കാളി, അതും ഡൈസായിട്ട് കട്ട് ചെയ്തതാണ്. താല്പര്യമുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ്, അത് നീളത്തിൽ അരിഞ്ഞെടുക്കുക. താല്പര്യമുള്ളവർ മതി, ക്യാരറ്റ് നിർബന്ധമുള്ളൊരു സാധനമല്ല. 2 പച്ചമുളക്, അതേപോലെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്. വേണമെങ്കിൽ ഇതിൽ മല്ലിയില അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കാം, പക്ഷേ ഞാൻ വേണമെന്ന് പറയില്ല. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം അവസാനം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഡൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ക്യാരറ്റ് ഒഴിവാക്കാം. നമുക്കിവിടെ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളിലേക്ക് നിന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം കൂടി ഇതിനെ കൂടെ ചേർക്കാം. നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ചതിൽ ഇത് കാണിക്കാൻ വിട്ടുപോയി. ഇത് സോസാണ്. ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 സാധനങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് 1 സ്പൂണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിന്തറ്റിക് വിനെഗർ, ഒരു 1/2 സ്പൂൺ വീതം നമ്മുടെ ചില്ലി സോസ്, റെഡ് ചില്ലി സോസും, അതുപോലെ തന്നെ പഞ്ചസാര, 1 സ്പൂൺ വീതം നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസും. ഇത്രയും സാധനങ്ങളുടെ കൂടെ 1 സ്പൂണ് വെള്ളം കുടിക്കാൻ ചേർക്കാം. എന്നിട്ട് കലക്കി കഴിഞ്ഞാലുള്ള സാധനമാണ് ഈ സോസ്. ഇപ്പോൾ വിനെഗർ, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പഞ്ചസാര, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് അതിനകത്തുള്ളത്. ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുന്നു. നോൺ സ്റ്റിക്ക് പാനോ മൺചട്ടി എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ചട്ടിക്ക് ഇതിൽ പ്രാധാന്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോൺ സ്റ്റിക്ക് പാൻ തന്നെ ഉപയോഗിക്കുന്നത് നല്ലത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുക്കിംഗ് പഠിക്കുന്ന ആൾക്കാർ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അവർക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടതൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് അതിന് തീടുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഫ്ലെയിമിൽ കുറയ്ക്കുകയും കൂട്ടുകയും ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ടതില്ല. എന്നിട്ട് എണ്ണ ഉപയോഗിക്കും. വെളിച്ചെണ്ണ ഉപയോഗിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കാണാം ഈ ചട്ടിയിൽ നിന്നൊരു പുക വരുന്നത്. ഈ പുക വരുന്നത് ഇല്ലാതാക്കാൻ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എണ്ണ ഒന്ന് പരത്തിയാൽ മതി. അപ്പോൾ പുക വരുന്നതാകും. പ്രത്യേകിച്ച് ഈ മൺചട്ടിയിലാണ് ഈ പുക വരയിൽ കുറച്ച് കൂടുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും എണ്ണ ആക്കി കഴിഞ്ഞാൽ ആ പുക കുറയും. എന്നിട്ട് അത് ചൂടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ മാക്സിമം നമ്മുടെ തീ വയ്ക്കുക. തീ കൂടി ഇങ്ങോട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് എന്താ പറയാ, നമ്മുടെ എണ്ണ ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ലിവർ ഓരോ പീസായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇടാം. അത് വറുത്ത് വരട്ടെ. ഈ ലിവർ ഇടുന്ന സമയത്ത്
ചെറിയൊരു പൊട്ടിയതെറിയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആ സാധനം ഒഴിവാക്കാനും ഒരു മാർഗമുണ്ട്. നിങ്ങൾ തീർന്ന് കുറച്ച് വെച്ചാൽ മതി. കാരണം ലിവർ അധികം സമയമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഇടുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഇതിനകത്ത് സാധനങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു എന്താ പറയുക, വാട്ടറി ആയിട്ടായിരിക്കുന്നുണ്ടാകുക. സ്വാഭാവികമായിട്ടും ഈ പൊട്ടിത്തെറി കൂടുതലായിരിക്കും. അപ്പോൾ ആ പൊട്ടിത്തെറി നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറി കുറയ്ക്കാനായിട്ട് തീ ജസ്റ്റ് ഒന്ന് കുറച്ച് വയ്ക്കുക. പിന്നീട് നമുക്ക് കൂട്ടാം. അത് വെന്ത് വരുമ്പോൾ ഒന്ന് മറച്ചിടുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് ഇതെല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഈ മാരിനേറ്റ് ചെയ്യുന്നതിനൊപ്പം ബാക്കി വന്നിട്ടുള്ള ഒരു മുട്ടയുടെ ഒക്കെ ഒരു മിശ്രിതം ഉണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കാരണം മുട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുള്ള ഒരു മിശ്രിതമായിരിക്കും. അത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് ഇളക്കുക. അല്ലെങ്കിൽ അതൊന്ന് എന്താ പറയുക, നമ്മൾ കട്ടിയായിട്ട് നിൽക്കും. അപ്പം അതൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ആദ്യം ഇടേണ്ടത് സബോളയാണ്. സബോള നമ്മൾ ഈ ലെയറായിട്ട് അല്ലെങ്കിൽ എതടായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സബോള അതിലേക്ക് ഇടാം. തീയെ കൂട്ടി തന്നെ ഇരുന്നോട്ടെ, കുറയ്ക്കാൻ നിൽക്കണം. ഒന്ന് ഇളക്കുക. അധികമൊന്നും വേണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളി ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. കൂടുതൽ എന്താണ് വെന്ത് അല്ലിയോ അല്ലെങ്കിൽ വെന്തിട്ട് ഇതാവുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇളക്കുക. അതിനുശേഷം വെളുത്തുള്ളി, ഒന്ന് ഇളക്കുക. ആ വെളുത്തുള്ളി ഒരു 2-3 സെക്കൻഡ് ഇളക്കിയാൽ മതി. കാരണം ആ വെളുത്തുള്ളി ഒന്ന് ഇതിലേക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ചതച്ചായ ഒന്ന് കുറച്ച് ജ്യൂസി ആയിരിക്കും ആ വെളുത്തുള്ളി. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ അത് പിടിച്ചോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരറ്റ് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ക്യാരറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ക്യാപ്സിക്കം കുറച്ചുകൂടി നമുക്കിവിടെ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ്. ക്യാരറ്റ് ഇടുന്നത് നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ച് ഉണ്ടാവും. ഇത് കുറച്ചുകൂടി കനകുറഞ്ഞ് അരിഞ്ഞു കഴിഞ്ഞാൽ ഏതാവാം. പക്ഷെ എനിക്ക് ക്യാരറ്റ് വല്ലാണ്ട് വേവുന്നത് ഇഷ്ടമാണ്. കുറച്ചൊന്ന് കടിക്കാവുന്ന പാകത്തിൽ കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് ഈ രീതിയിൽ ഇടുന്നത്. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കുക. 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കുക. ആ ക്യാരറ്റിൻ്റെ എന്താ പറയുക, മുകൾ ഭാഗം ഒന്ന് വേവണം, അത്ര ഇഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ തക്കാളി ഇടാം.
തക്കാളിയും ഇതുപോലെ തന്നെ പുറം ഭാഗം ഒന്ന് അതിൻ്റെ ആ തോലിൻ്റെ ഭാഗത്ത് ഒന്ന് എന്താ പറയുക വെന്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അത്രയും വെന്താൽ മതി. കൂടുതൽ തക്കാളി വെന്തലിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൽ ഗ്രേവി ഇല്ലാടോ. ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ, ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തല്ല, ഇതിന് ശേഷം നമ്മൾ സോസ് ഒഴിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കാം. സാധാ വെള്ളം തന്നെ 1 കപ്പ് ചേർക്കാം. അതിനുശേഷം കോൺഫ്ലവർ, 1 സ്പൂൺ കോൺഫ്ലവർ, 1/2 സ്പൂൺ വെള്ളത്തിൽ എന്നൊക്കെയാണ് പറയാം. പക്ഷെ 1/2 സ്പൂണിലൊന്നും കളിക്കൽ നടക്കില്ല. അപ്പോൾ അതൊന്ന് കുറച്ചായിരിക്കും വെള്ളം എടുക്കുക. എത്രയാണ് കോൺഫ്ലവർ എടുക്കുന്നത് ഇനിയായ ഇരട്ടിയോളം വെള്ളം എടുക്കുക, കലക്കുക. എന്നാൽ അല്പം ഒഴിച്ചു കൊടുക്കും. അപ്പം ഒന്ന് കൊഴുത്തിട്ട് വരും. ശരിക്കും നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന ചില്ലി പോലെ കൊഴുത്ത് വരും. അപ്പോൾ ആ കൊഴുത്ത് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ കോൺഫ്ലവർ കലക്കി ഒഴിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോസ് ഒഴിക്കാം. സോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മറ്റേ വിനെഗർ ഉണ്ടാവും, മറ്റേ സോയാ സോസ് ഉണ്ടാവും, ചില്ലി സോസ് ഉണ്ടാവും, ടൊമാറ്റോ സോസ് ഉണ്ടാവും, 1 സ്പൂൺ വെള്ളം ഉണ്ടാവും. കൂടാതെ കുറച്ച് 1 നുള്ളൊക്കെ പഞ്ചസാരയും ഉണ്ടാവും. ആ പഞ്ചസാര കൊണ്ട് നിങ്ങൾക്ക് അമിതമായ മധുരമൊന്നും ഇതിനകത്തുണ്ടാവില്ല. ആവശ്യത്തിന് മധുരം തന്നെ ഉണ്ടാവും. ആ മധുരം കൂടി വരുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ വേണ്ടത് ഇപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും വെന്നു. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടും. 2 പച്ചമുളക് അരിഞ്ഞത് കൂടി ഇടുക. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഗ്രേവി ആക്കിയിട്ട് എടുക്കാം. 1 കപ്പൊക്കെ വെള്ളം ഒഴിച്ചെങ്കിൽ ധാരാളമാണ്. ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കും. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില വെതറുന്നത് ഭംഗിയാണ്. അപ്പോൾ ഇത്രയുമാണ് ലിവർ ഫ്രൈക്ക് വേണ്ടി വരും. ഇത് ഒരു ചില്ലി ഫ്ലേവറിലുള്ള ലിവർ ആണ്, ചിക്കൻ ലിവറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ചൈനീസ് സ്റ്റൈലിലുള്ള ലിവറാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ടേസ്റ്റും ഉണ്ടാവും. എന്താ പറയുക, നിങ്ങൾക്ക് കൂടുതൽ വേവിക്കൂ, സാധനങ്ങൾ കൂടുതൽ ചെയ്യുമൊന്നും വേണ്ട. ക്യാപ്സിക്കം കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചിക്കൻ ലിവർ, ചില്ലി ചിക്കൻ ലിവർ.